പൊള്ളുന്ന ചൂടിൽ കൂട്ടത്തിൽ 8 പേർ വീണുപോയെങ്കിലും ആശമാരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന്റെ തീ അണഞ്ഞില്ല, ആളിക്കത്തി. സമരം 36 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനുകമ്പ കാണിക്കാതായതോടെയാണ് റോഡ് ഉപരോധിക്കാൻ ഇവർ നിർബന്ധിതരായത്. മണിക്കൂറുകൾ MG റോഡും നഗരവും സ്തംഭിച്ചു. വെയിലുമാറി മഴയെത്തിയിട്ടും ആശയോടെ അമ്മമാർ തെരുവിൽ പോരാട്ടം തുടർന്നു. രാവിലെ മുതൽ തുടരുന്ന ഉപരോധത്തിൽ സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമായി സഞ്ചാരം ഒതുങ്ങി. ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സർക്കാരിനെതിരെ 3ാം ഘട്ട സമരവും പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് നിരാഹാര സമരം. വരുമാനമില്ലാത്ത ആശാവർക്കർമാരാണ് ഇരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് വെക്കുന്ന കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അത്തരത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ നോക്കി ഇനിയും നിങ്ങൾ പല്ലിടിക്കരുതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിന് സർക്കാർ നിശ്ചയിച്ച 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഓണറേറിയത്തിൽ നിന്ന് തുക പിടിക്കുന്ന കടുത്ത നടപടികൾ ഒഴിവാക്കണമെന്ന് ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് സമയത്ത് ഞങ്ങൾ എല്ലാവരും വേണമായിരുന്നു. കോവിഡ് പോരാളികളായിരുന്നു, കേരളത്തെ നമ്പർ 1-ൽ എത്തിച്ചു. പക്ഷേ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വന്നപ്പോൾ കണ്ണു തുറക്കാനും ചെവി കേൾക്കാനും നാവ് തുറക്കാനും വയ്യാത്ത അന്ധരും മൂകരും ബധിരരുമായ അവസ്ഥയിലിരിക്കുന്നു. സമരം പൊളിക്കാൻ സർക്കാർ പണി 18ഉം പയറ്റിയിട്ടും 36ാം ദിവസവും പോരാട്ട ഭൂമിയിൽ ആശാവർക്കർമാരുടെ സമരവീര്യം ചോരുന്നില്ല. ആശാപ്രവർത്തകർ നിരാഹാര സമരം കൂടി പ്രഖ്യാപിച്ചതോടെ സർക്കാരിന് അതുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇവരിങ്ങനെ വെയിലത്തിരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സർക്കാർ ഒരുപാട് വിയർക്കേണ്ടി വരും. അമൽ തേനമറമലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.